ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രണ്ടുപേരുടെ ഫാമിലീസിനെ ഒന്നിച്ച് കണ്ടു കഴിയുമ്പോൾ ആർക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷൻ ആവും. യുൻസു ജംഗ്ഷന്റെ ഫാമിലിയുടെ അടുത്തേക്കാണ് ആദ്യം ചെല്ലുന്നത്. രണ്ടുപേരും ഗ്രീറ്റ് ചെയ്ത് സംസാരിക്കും. ഓക്വേർഡായിട്ട് ജംഗ്ഷൻ അവിടെ നിൽക്കുമ്പോൾ ക്യുങ് അവനെ അങ്ങോട്ടേക്ക് വിളിക്കും. എന്നിട്ട് യുൻസുവിന്റെ അച്ഛനെയും അമ്മയും പരിചയപ്പെടുത്തി കൊടുക്കും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും യുൻസു വന്നിട്ട് ജംഗ്ഷന്റെ ഫാമിലിയെ ചെന്ന് ഗ്രീറ്റ് ചെയ്യാനായിട്ട് പറയും. ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ജംഗ്ഷനെ പരിചയപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ യുൻസുവിന്റെ അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ അച്ഛനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവര് തന്നെ ആദ്യം പോയി ജംഗ്ഷന്റെ ഫാമിലിയെ ഗ്രീറ്റ് ചെയ്യുകയും പരിചയപ്പെടുകയും ചെയ്യും. യുൻസുവിന്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുഖത്തുനിന്ന് എല്ലാവർക്കും മനസ്സിലാവും. ജംഗ്ഷൻ യുൻസുവിന്റെ ഫാമിലിയുടെ അടുത്ത് ഇനിയും വരണം എന്നൊക്കെ പറയും. ഇന്നത്തെ ഫുഡിന്റെ പൈസ അവൻ പേ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇയാൾ ഇങ്ങനെയൊക്കെ പറയും ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് അത് പേ ചെയ്ത് കഴിഞ്ഞു എന്ന് യുൻസുവിന്റെ അച്ഛൻ അവനോട് പറയും. ഇവരെന്നിട്ട് യാത്ര പറയാനായിട്ട് ജംഗ്ഷന്റെ ഫാമിലിയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മയുടെ അടുത്ത് യാത്ര പറയും. എന്നാൽ അച്ഛൻ ഡാനിയലിന് കൈ കൊടുക്കാൻ പോകുമ്പോൾ യുൻസുവിന്റെ അമ്മ അത് തടയും. ഇതൊന്നും ജംഗ്ഷന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജംഗ്ഷൻ ഒറ്റയ്ക്ക് വിചാരിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ റെസ്റ്റോറന്റ് ലാഭത്തിലാകാൻ പോകുന്നില്ല എന്ന് ജംഗുവിന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് എടുക്കേണ്ട മെഷേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു പ്രപ്പോസലുമായിട്ട് ജംഗ്ഷനെ കാണാനായിട്ട് ചെല്ലും. പക്ഷേ ജംഗ്ഷൻ ഇഷ്ടപ്പെടത്തില്ല ഇത്. ഒരു വർഷം എന്നെ എൻ്റെ രീതിക്ക് വിടും, എനിക്കിഷ്ടമുള്ളതൊക്കെ ഈ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ റെസ്റ്റോറന്റിന്റെ എല്ലാ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് ഫ്രസ്ട്രേഷനോടുകൂടിയാണ് അവൻ ജംഗുവിൻ്റെ അടുത്ത് പറയുന്നത്. ജംഗ്ഷനെ ഇഷ്ടപ്പെട്ടെങ്കിലും ജംഗ്ഷന്റെ ഫാമിലി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജംഗ്ഷന്റെ അമ്മ അവന്റെ ഏത് വയസ്സിലാണ് ഡിവോഴ്സ് ആയത്, കൂടെ ഉണ്ടായിരുന്നത് പാർട്ട്ണറാണോ, അയാളെ ഡേറ്റ് ചെയ്യുകയാണോ, ജംഗ്ഷന്റെ അച്ഛൻ എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ അമ്മ യുൻസുവിന്റെ അടുത്ത് ചോദിക്കും. ജംഗ്ഷന്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, ആരാണെന്നൊന്നും യുൻസുവിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. ഫാമിലിയെ പറ്റി ഒന്നും അറിയാതെയാണോ ഒരാളെ ഡേറ്റ് ചെയ്യുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവര് ഡേറ്റ് ചെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടെന്ന് യുൻസുവിന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാനായിട്ട് യുൻസു പറയുന്നുണ്ടെങ്കിലും അമ്മ ആകെ പറയുന്നത് നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ, കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്നാണ്. അമ്മയ്ക്ക് ഈ റിലേഷനോട് താല്പര്യമില്ല എന്ന് യുൻസുവിന് മനസ്സിലാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിക്ക് ജംഗ്ഷന്റെ അമ്മ സംസാരിക്കുമ്പോൾ എന്റെ ലൈഫിൽ ഇടപെടാതിരിക്കാൻ പറ്റുമോ എന്നാണ് ജംഗ്ഷൻ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ അമ്മയുടെ ലൈഫിൽ ഇടപെടുന്നില്ലല്ലോ, അപ്പൊ എന്നെ വെറുതെ വിടാനായിട്ട് പറയുമ്പോൾ ഞാൻ സമ്മതിച്ചാലും യുൻസുവിന്റെ ഫാമിലിക്ക് ഈ കല്യാണത്തോട് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുൻസുവിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് അവരുടെ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്ന് ജംഗ്ഷന്റെ അമ്മ അവനോട് പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും അവന് ചെറുതായിട്ട് വിഷമം വരുന്നുണ്ട്. അമ്മയുടെ കണ്ണിൽ കൂടി മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ കണ്ണിൽ കൂടി ലോകം കാണാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ പേരൻസിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ രണ്ടുപേരും അഡൽസ് ആണ്. അതുകൊണ്ട് ആരെ തകർക്കാനായിട്ട് നോക്കിയാലും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാതാകാനായിട്ട് പോകുന്നില്ല എന്ന് അവൻ അമ്മയോട് പറയും. ജംഗുവിനെ അന്ന് ഓഫീസിൽ ചെന്ന് കാണണമെന്ന് ജൂഹ യുൻസുവിന്റെ അടുത്ത് പറയും. എനിക്ക് റിവൈസ് ചെയ്ത സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, ജംഗുവിനും കൂടി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ചാനലിനെ ബന്ധപ്പെട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് തീരുമാനിക്കാനായിട്ട് പറ്റുമെന്ന് അവൻ പറയും. ഹോങ്ങ ചീഫ് പ്രൊഡ്യൂസറുമായിട്ട് മീറ്റ് ചെയ്യും. അയാൾക്ക് ഹോങ്ങയുടെ സ്ക്രിപ്റ്റിനെ പറ്റി വലിയ മതിപ്പൊന്നുമില്ല. ഇത് എനിക്ക് ചുറ്റുമുള്ള ആളുകളെ പറ്റി ഞാൻ എഴുതിയ എനിക്ക് കണ്ടറിയാവുന്ന കഥയാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായമൊന്നും പ്രൊഡ്യൂസർ പറയത്തില്ല. ഓൾറെഡി ഒരു സംവിധായകനെ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും, പെട്ടെന്നൊരു ടൈം സ്ലോട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും നേരത്തെ ആക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അയാൾ ജൂഹയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ജൂഹയാണ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ഒരാളാവുമ്പോഴത്തേക്കും കാര്യങ്ങൾ എളുപ്പമാവുമെന്ന് അയാൾ ഹോങ്ങയെടുത്ത് പറയും. എനിക്ക് ഇയാളുടെ ഡ്രാമയുടെ സാഡ് എൻഡിങ് ആയിരുന്നു ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി അതിന്റെ എൻഡിങ് മാറ്റരുതെന്ന് ജംഗു യുൻസുവിന്റെ അടുത്ത് പറയും. ലവ് സ്റ്റോറീസ് എല്ലാം ഹാപ്പി എൻഡിങ് ആകുന്നതാണ് നല്ലത്, അത് നല്ല റേറ്റിംഗ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുമെന്ന് യുൻസു പറയുമ്പോൾ റേറ്റിംഗ് നോക്കിയല്ല ഞാൻ ഡ്രാമ എടുക്കുന്നത്, കുറച്ച് ആളുകൾ കണ്ടാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഡ്രാമാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ജംഗു തിരിച്ചു പറയും. അങ്ങനെയല്ല, എൻ്റെ ഡ്രാമ കൂടുതൽ ആളുകളിലേക്ക് എത്തണം, കൂടുതൽ ആളുകൾ അത് ഇഷ്ടപ്പെടണം, നല്ല റേറ്റിംഗ് കിട്ടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് യുൻസു വീണ്ടും പറയും. കഴിഞ്ഞ 5 വർഷവും ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്തെങ്കിലും ഒരിക്കലും ഇയാൾ എൻ്റെ അടുത്ത് തിരിച്ചു വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരാവശ്യമില്ലാതെ ജംഗു പറയുന്നതാണ്, ആ 5 വർഷവും ഞാൻ ജംഗ്ഷനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവനെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല, അതിനിയും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് യുൻസു പറയുന്നത്. അത്രയും വർഷവും ഞാനും ആ വേദന അനുഭവിച്ച് ഇയാളുടെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ജംഗു കൊണ്ട് തിരിച്ച് മറുപടി പറയുന്നത്. പേഴ്സണൽ ഫീലിങ്സ് ഈ ഒരു ഡ്രാമയുടെ കാര്യത്തിൽ മാറ്റി വെച്ചിട്ട് ഒന്ന് നോക്കാമോ എന്ന് യുൻസു ചോദിക്കുമ്പോൾ ഇയാള് പക്ഷേ ഇയാളുടെ ലൈഫിലെ അനുഭവങ്ങൾ അതിലേക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
എനിക്ക് പേഴ്സണലി അതിന്റെ സാഡ് എൻഡിങ് ആണ് ഇഷ്ടം. ഇയാൾ അതിന്റെ എൻഡിങ് മാറ്റാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴികളാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോകാം. എവിടെയെങ്കിലും വെച്ച് നമ്മളുടെ വഴികൾ ഒന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ജംഗു അവളോട് പറയും. വിൻസു അവിടുന്ന് ജംഗ്ഷനെ കാണാനായിട്ട് പോകും. അവളുടെ അച്ഛനും അമ്മയ്ക്കും ജംഗ്ഷനെ ഇഷ്ടപ്പെട്ടു എന്ന് അവള് പറയും. അവളുടെ അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞു. അച്ഛനും അമ്മയും പോലെ നല്ല സ്നേഹത്തിലാണ് അനിയത്തിയും ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്നവൾ പറയുമ്പോഴത്തേക്കിനും ജംഗ്ഷൻ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അച്ഛൻ ഒരു ഡെന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ വിഷയം മാറ്റാനായിട്ട് അവൻ ശ്രമിക്കുന്നത് അവൾക്ക് മനസ്സിലാവും. ജോലിയുടെ കാര്യം കാരണം ജംഗുവിനെ കാണേണ്ടി വരുന്നതിൽ ജംഗ്ഷന് വിഷമമുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കിനും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം, എനിക്കത് ഇഷ്ടമല്ല, പക്ഷെ പ്രശ്നമില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഹോങ്ങ പൂജുവിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവൻ സൂചകന്റെ അടുത്ത് വൈനിന്റെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. സൂചൻ ലിസ്റ്റ് എടുക്കാനായിട്ട് പോകും. എടുത്തോണ്ട് വന്ന് കൊടുക്കുമ്പോൾ അവളോട് താങ്ക്സ് ഒക്കെ പറയും. ഹോങ്ങ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇത്ര പെട്ടെന്ന് എന്നെ മറക്കാനായിട്ട് പറ്റുമോ? ഇയാൾക്ക് ഇഷ്ടം എന്നെയല്ലേ? എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ സൂചകനെ ഡേറ്റ് ചെയ്യുകയാണെന്നൊക്കെ അവൾ ചോദിക്കും. സൂചകനെ ഡേറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിക്കാണ് പൂജു മറുപടി പറയുന്നത്. ഇയാളെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു ശീലമായി പോയി. ചില ചീത്ത ശീലങ്ങൾ നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇയാൾ ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയും. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എത്രമാത്രം പത്തറ്റിക് ആണെന്ന് സൂചകൻ എടുത്ത് കൺഫസ് ചെയ്തപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞതെന്നും കൂടി അവൻ പറഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് ഹോങ്ങയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കള്ളം പറഞ്ഞതിന് അവൻ സൂചകന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. ആവശ്യമില്ലാതെ അവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് കയറിയതിന് സൂചകം അവനോട് അപ്പോളജൈസ് ചെയ്യും. അവൾ പോയി കഴിയുമ്പോൾ ഈ ലോകത്ത് എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്, സൂചകനെ പോലെ കൂളായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് പൂജുൻ തന്നെത്താനെ നിന്ന് പറയും. മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന യുൻസുവും ജംഗ്ഷനും കാണുന്നത് കരഞ്ഞോണ്ടിറങ്ങുന്ന ഹോങ്ങയാണ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഹോങ്ങ യുൻസുവിന്റെ അടുത്ത് പറയും. പൂജുൻ അങ്ങ് മാറിപ്പോയി, ഇപ്പൊ എന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് കരഞ്ഞോണ്ടാണ് ഹോങ്ങ സംസാരിക്കുന്നത്. അതിനുള്ള സമയമായി, എത്രയോ വർഷമായിട്ട് പൂജുൻ നിന്റെ പുറകെ നടക്കുകയാണ്, അവൻ മാറാനുള്ള സമയമായി. ഇനിയെങ്കിലും പൂജുവിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നീ റിഗ്രറ്റ് ചെയ്യുമെന്ന് അവൾ ഹോങ്ങ എടുത്ത് പറയും. ഇയാൾക്ക് ലൈഫിലെല്ലാം നന്നായിട്ട് നടക്കുകയാണ്, തനിക്ക് നല്ല ലക്കുണ്ട്, പ്രൊഫഷൻ ആയാലും നന്നായിട്ട് പോകുന്നു, പേഴ്സണൽ ലൈഫ് ആയാലും നന്നായിട്ട് പോകുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നുള്ള രീതിക്ക് ഹോങ്ങ സംസാരിക്കുമ്പോൾ നമ്മളെ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിൻസു അവളോട് പറയും. കുറച്ച് ദിവസങ്ങൾ കഴിയും. ജംഗ്ഷനെ ഓഫീസിലേക്ക് വിളിപ്പിക്കും. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് ജംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറവാണ്, അത് നല്ല എക്സ്പെൻസീവുമാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ അങ്ങോട്ടേക്ക് വരാത്തത്. കുറച്ച് നാളത്തേക്ക് കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എൻ്റെ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന പോലെ ആവുമെന്ന് ജംഗ്ഷൻ മറുപടി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ തരാം, 3 പേരെ അവിടുന്ന് പറഞ്ഞു വിടണം, അഥവാ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കണമെന്ന് ജംഗു പറയുന്നുണ്ട്. അതും പറ്റത്തില്ല, ഇത്രയും പേരുണ്ടെങ്കിലേ കിച്ചൺ നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ, ഞങ്ങൾ തമ്മിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ടെന്ന് ജംഗ്ഷൻ പറയും. ആ ടീം വർക്കിന്റെ ഫലമാണോ അന്നുണ്ടായ അലർജിക് ഇൻസിഡന്റ് എന്ന് ജംഗു തിരിച്ചു ചോദിക്കും. ഈ പറയുന്ന ഒന്നും ഇയാൾക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പിൻവലിക്കുമെന്ന് ജംഗു പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ജംഗ്ഷന് ദേഷ്യവും സങ്കടവും എല്ലാം വരും. യുൻസുവിന്റെ കാര്യത്തിനാണോ ഇങ്ങനെ എന്നോട് കാണിക്കുന്നത്? ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനു മുമ്പേ ഇയാളെ തോറ്റ് പിന്മാറുവാണോ എന്ന് ജംഗു തിരിച്ചു ചോദിക്കും. നമ്മളുടെ ഇത്രയും കാലത്തെ ബന്ധത്തിനും റിലേഷനും യാതൊരു വിലയില്ലേ എന്ന് ജംഗ്ഷൻ വീണ്ടും ചോദിക്കും. അത് ഞാൻ ഒരുപാട് വിലമതിക്കുന്ന ഒരു റിലേഷനാണ്, പക്ഷെ യുൻസുവിനെയും ഇയാളെയും തമ്മിൽ ചൂസ് ചെയ്യാനായിട്ട് പറയുവാണെങ്കിൽ ഞാൻ എപ്പോഴും യുൻസുവിനെ തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുക എന്ന് ജംഗു പറയും. ജംഗുവിനെ കാണാനായിട്ട് വരുന്ന ജംഗ്ഷന്റെ അമ്മ ജംഗുവും ജംഗ്ഷനും കൂടി മീറ്റ് ചെയ്യാണെന്ന് അറിയുമ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ഒളിച്ചിരിക്കും. ജംഗ്ഷൻ പോയതിനു ശേഷമാണ് അവരവിടുന്ന് എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് നോക്കുന്നത് ഹോങ്ങയുടെ മുഖത്തേക്കാണ്. ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിക്ക് ഹോങ്ങ അവരെ നോക്കുന്നുണ്ട്. അവള് ജംഗുവിനെ കാണാൻ വന്നതാണെന്ന് മനസ്സിലാവുമ്പോൾ ഞാനും ജംഗുവിനെ കാണാൻ വന്നതാണ്, അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പോകാമെന്ന് അവർ പറയും. അത് ഹോങ്ങയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് അവളുടെ മുഖത്ത് അറിയാനുമുണ്ട്. എന്നെ പോലെ തന്നെയാണ്, ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മുഖത്ത് അറിയാനുണ്ടല്ലോ എന്ന് അവർ ചോദിക്കും. ഇയാൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ റൈറ്റർ ആണെന്ന് പറയും. എൻ്റെ മോൻ്റെ ഗേൾഫ്രണ്ടും റൈറ്റർ ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. അവർ പോയി കഴിയുന്ന തന്നെയാണ് അത് ജംഗ്ഷന്റെ അമ്മയാണെന്ന് ഹോങ്ങയ്ക്ക് മനസ്സിലാവുന്നത്. ചീഫ് പ്രൊഡ്യൂസർ പറഞ്ഞതനുസരിച്ച് ജൂഹി അവളുടെ ഡ്രാമയുടെ സംവിധായകനായിട്ട് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹോങ്ങ ജംഗുവിനെ കാണാനായിട്ട് വരുന്നത്. അത് നടക്കത്തില്ല, യുൻസുവിന്റെ സ്ക്രിപ്റ്റ് ജൂഹയ്ക്ക് ഇഷ്ടപ്പെട്ടു, അവൻ അത് സംവിധാനം ചെയ്യാൻ പോവുകയാണെന്ന് ഹോങ്ങ എടുത്ത് ജംഗു പറയും. ഡയറക്ടർ മിന്നിനെയാണ് അവളുടെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് കണ്ടുവച്ചിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ
അവൾക്കാകെ ദേഷ്യവും സങ്കടവും എല്ലാം വരും. അയാൾ ശരിയാകത്തില്ല. യുൻസുവിന്റെ കഴിഞ്ഞ ഡ്രാമ അയാളാണ് ഡയറക്റ്റ് ചെയ്തത്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. എന്റെ ഡ്രാമ പരാജയപ്പെടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം അയാള് ആവശ്യത്തെ കൂടുതൽ അതിന് തിരുത്തൊക്കെ വരുത്തിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്രാവശ്യം അങ്ങനെ ഒരു ചോയ്സ് അയാൾക്കില്ല. ഇനി അഥവാ അതിന് ശ്രമിച്ചാലും ഹോങ്ങ അതിന് സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. തന്നെയല്ല, യുൻസുവിന്റെ അടുത്ത് നിന്നതുപോലെ ഡയറക്ടർ മിന്നിന് ഹോങ്ങ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഹോങ്ങ അയാളെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തോളുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും കൂടി ഞാൻ ആ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതെന്ന് ജംഗു അവളോട് പറയും. ജൂഹ കാണാൻ വരുമ്പോ യുൻസു അവളുടെ ഡ്രാമയുടെ എൻഡിങ് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ജംഗു അവനോട് ആവശ്യപ്പെടും. എന്നാൽ ഓൾറെഡി ഹാപ്പി എൻഡിങ് ആണ് യുൻസു എഴുതിയേക്കുന്നത്. എനിക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ജൂഹ അവനോട് പറയും. അടുത്ത ദിവസം ജംഗുവിന്റെ ബർത്ത്ഡേ ആണ്. വേണമെങ്കിൽ ഞാൻ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ജൂഹ പറയുന്നുണ്ട്. പക്ഷെ വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് പോവുകയാണെന്ന് ജംഗു അവനോട് പറയും. ഹോങ്ങ ജൂഹയെ മീറ്റ് ചെയ്യും. എന്നിട്ട് അവളുടെ ഡ്രാമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എനിക്ക് ഓൾറെഡി യുൻസുവിന്റെ ഡ്രാമ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള ആളുകളാണ്. എനിക്ക് ആ ഡ്രാമ ഡയറക്റ്റ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് അവൻ നേരെ പറയും. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും നേരത്തെയുള്ള ഡ്രാമാസ് ഫെയിൽ ആയതാണ്. ഇത് ജൂഹ ആദ്യമായിട്ട് സ്വന്തമായി സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഡ്രാമ ഹിറ്റ് ആകുക എന്നുള്ളത് ജൂഹയുടെ ആവശ്യമാണ്. അപ്പോൾ എന്റെ ഡ്രാമ സംവിധാനം ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ ഹോങ്ങ സംസാരിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാത്ത മട്ടിലിരിക്കും ജൂഹ. അന്ന് അവളുടെ ദിവസം ഒന്നും നേരെയല്ല പോകുന്നത്. അതുകൊണ്ട് ആ ദേഷ്യത്തിന് അവള് ജംഗ്ഷനെ കാണാനായിട്ട് വരും. എന്നിട്ട് ജംഗുവിന്റെ ഓഫീസിൽ വെച്ചിട്ട് അവന്റെ അമ്മയെ കണ്ടു. ആദ്യമായിട്ട് അവന്റെ ഗേൾഫ്രണ്ട് അല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് സന്തോഷം തോന്നി എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ എന്തോ സംശയം തോന്നും. അന്നേരം തന്നെ അമ്മയെ വിളിക്കും. എന്തിനാണ് ജംഗുവിന്റെ ഓഫീസിലേക്ക് പോയത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ പോയി പറയുകയോ ചെയ്യുകയോ ചെയ്യരുത്. ജംഗുവിനെ ആവശ്യമില്ലാതെ കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അവൻ ഫോൺ വെക്കുന്നത്. സ്റ്റാഫിനെ വെട്ടി കുറയ്ക്കാനും സമ്മതിക്കത്തില്ല. ചീപ്പർ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യത്തുമില്ല. അതിന് പകരം എനിക്ക് സാലറി തരണ്ട, അങ്ങനെയാകുമ്പോൾ കുറെ നാളത്തേക്ക് മുന്നിലേക്ക് പോകാമല്ലോ എന്നാണ് ജംഗ്ഷൻ വന്നിട്ട് ജംഗുവിന്റെ അടുത്ത് ചോദിക്കുന്നത്. അവൻ ഇത് തന്നെ പറയുന്നത് ജംഗുവിന് അറിയായിരുന്നു. സാലറി ഇല്ലാതെ എത്ര നാൾ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ജംഗു ചോദിക്കുന്നുണ്ട്. അതിന് ജംഗ്ഷൻ മറുപടി പറയുന്നില്ല. പക്ഷെ അവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കിനും അത് ആലോചിച്ചിട്ട് അവന് ടെൻഷൻ ഉണ്ട്. അവൻ ജംഗുവിനെ ട്രസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുമെന്ന് അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജംഗുവിനും ജംഗ്ഷനും ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റി. അതെന്താണെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിന് മറുപടി പറയുന്നില്ല. ജംഗുവിന് ആവശ്യമില്ലാതെ കാണാൻ പോകരുതെന്ന് മാത്രമേ അവൻ അമ്മയോട് പറയുന്നുള്ളൂ. പിറ്റേ ദിവസം ഡ്രാമയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് യുൻസുവിനെയും ക്യുങ്ങിനെയും കൂട്ടി ജൂഹ വരുന്നത് ജംഗുവിന്റെ വീട്ടിലേക്കാണ്. ജംഗു അവരവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജൂഹ അവരെ വിളിച്ചോണ്ട് വരുന്നതാണ്. യുൻസുവിനാണെങ്കിൽ ജംഗുവിനെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് എന്ന് കഴിയുന്നുണ്ടാണ് മീറ്റിംഗ് ഒന്നും ഇല്ല, വെറുതെ വിളിച്ചോണ്ട് വന്നതാണെന്ന് ജൂഹ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ക്യുങ് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് പോകും. എന്താണ് കാര്യം എന്ന് ജൂഹയ്ക്ക് മനസ്സിലാകത്തില്ല. കള്ളം പറയുന്നവരെ ക്യുങ്ങിന് ഇഷ്ടമല്ല എന്ന് യുൻസു അവനോട് പറയും. ആർക്കും ദോഷം വരുന്ന കള്ളമൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതിന് ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇയാളല്ലേ കള്ളം പറയുന്നതും പ്രിറ്റൻഡ് ചെയ്യുന്നതും. എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് അറിയാലോ, എന്നിട്ടും അത് മനസ്സിലാകാത്ത കൂട്ട് എന്തിനാണ് ഇങ്ങനെ ഭാവിക്കുന്നതെന്ന് ജൂഹ ക്യുങ്ങിന്റെ അടുത്ത് ചോദിക്കും. അത് മനസ്സിലായെന്ന് ഞാൻ ഇയാളോട് പറയുവാണെങ്കിൽ നമുക്ക് ഡേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ സ്വന്തമായിട്ട് ഒരു ഡ്രാമ എഴുതാതെ ഡേറ്റ് ചെയ്യത്തില്ലെന്ന് ക്യുങ് അവനോട് പറയും. അങ്ങനെയാണെങ്കിൽ ഉടനെ ഒന്നും നടക്കാൻ പോകത്തില്ല എന്നുള്ള രീതിക്ക് ജൂഹ പറയുമ്പോൾ ക്യുങ്ങിന് പിന്നെയും ദേഷ്യമാവും. എന്തായാലും മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയും. അങ്ങനെ ജൂഹ അവളെ കൊണ്ടുവിടാനായിട്ട് പോകും. യുൻസുനെ ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് ജംഗു പറയുന്നത് കൊണ്ട് യുൻസുനെ കൂട്ടാതെയാണ് അവർ പോകുന്നത്. ജംഗു ഒന്ന് നോക്കുമ്പോൾ യുൻസു അവിടെ ചിരിച്ചുകൊണ്ട് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ജംഗ്ഷനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ജംഗുവിന് മനസ്സിലാവും. മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ ജംഗ്ഷനാണ് മെസ്സേജ് അയച്ചതെന്ന് അവൾ ജംഗുവിന്റെ അടുത്ത് എടുത്ത് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി, ഇയാൾ വീണ്ടും വീണ്ടും പറയണ്ട, അങ്ങനെ എന്നെ റിജക്ട് ചെയ്യാനായിട്ട് നോക്കണ്ട, ആവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യം ഇയാൾ എന്നെ റിജക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് ജംഗു അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് ഒബ്സഷൻ ആണെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് യുൻസു ചോദിക്കും. എന്നെ സംബന്ധിച്ച് ഇത് പാഷൻ ആണെന്നാണ് ജംഗു മറുപടി കൊടുക്കുന്നത്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് യുൻസു ചോദിക്കുമ്പോൾ ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇയാളുടെ മനസ്സിനൊരു മാറ്റം വന്നിട്ടില്ല എന്ന് ഞാൻ കണ്ടതാണ്. ആ സ്വഭാവം എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നതെന്നാണ് ജംഗു പറയുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അവൾ മറുപടിയും കൊടുക്കും. അല്ല, ഒരിക്കലും ഇയാളുടെ മനസ്സ് മാറിയിട്ടുണ്ട്. അന്ന് ജംഗ്ഷന്റെ ഫോൺ കോൾ ഇയാൾ അറ്റൻഡ് ചെയ്തില്ല. അന്ന് ഇയാളുടെ മനസ്സ് മാറിയത് കൊണ്ടാണ് ആ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നതെന്ന് ജംഗു അവളെ ഓർമ്മിപ്പിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും യുൻസു പറയുമ്പോൾ ഞാൻ ഇയാളെ വീട്ടിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞിട്ട് ജംഗു അവളെ കൊണ്ട് വീട്ടിലേക്ക് പോകും. അവരുടെ കാർ റൈഡ് ഓക്വേർഡാണ്. രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. അവരവരുടെ ലോകത്താണ്. രണ്ടുപേരും കൂടി
ജിൻസുന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ജംഗ്ഷൻ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടാവും. രണ്ടുപേരും അത് ശ്രദ്ധിക്കുന്നില്ല. അവനെ അവർ കണ്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ജംഗ്ഷൻ യുൻസുന്റെ പേര് വിളിക്കും. യുൻസു അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ദേഷ്യമാണോ എന്ന് ചോദിക്കും. എനിക്ക് ഈ സിറ്റുവേഷൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, സാരമില്ല, ഇയാൾ മേളിലേക്ക് പൊക്കോളൂ, എനിക്ക് ജംഗുവിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അവൻ പറയും. യുൻസുവിന് തന്നോട് ആ വക ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന് ജംഗ്ഷൻ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യും, അങ്ങനെ മാറാത്ത സ്നേഹമൊന്നുമില്ല, എപ്പോഴെങ്കിലും യുൻസുവിന്റെ മനസ്സ് മാറുമെന്ന് ജംഗു പറയും. അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ജംഗ്ഷൻ പറയുന്നുടനെ അങ്ങനെ ഉറപ്പൊന്നുമില്ലല്ലോ എന്നാണ് ജംഗു ചോദിക്കുന്നത്. ജംഗ്ഷൻ ദേഷ്യത്തിൽ അവന്റെ കൈ ചുരുട്ടുന്നതൊക്കെ ജംഗു ശ്രദ്ധിക്കും. അവൻ ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ജംഗു തീരുമാനിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഗുഡ് സൂപ്പിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരവും ഞാൻ വിചാരിച്ചത് ഇയാളെ ഇത്രയ്ക്കും യങ് ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയർ ഒന്നുമില്ല, അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ്. തനിക്ക് യുൻസുവിന് എന്ത് നൽകാനായിട്ട് പറ്റും, എനിക്കാണെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന എന്തും സാധിച്ചു കൊടുക്കാനായിട്ട് പറ്റും. എന്തിനാണ് അവളുടെ ഭാവി ഇല്ലാതാക്കുന്നത്? നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. നിന്റെ പെൺകുട്ടിയെ ഞാൻ തട്ടിയെടുക്കും എന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്ക് ജംഗു സംസാരിക്കും. അവന്റെ ലൈഫിൽ മൊത്തം അമ്മയെ അച്ഛൻ അടിക്കുന്നത് കണ്ട് വളർന്നത് കൊണ്ട് ഒരിക്കലും വയലൻസ് ഉപയോഗിക്കത്തില്ല എന്ന് ജംഗ്ഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം അവൻ അതിന് സാധിച്ചില്ല. അന്ന് ഞാൻ ഫ്രീ ആയതുപോലെ തോന്നിയെന്ന് വോയിസ് ഓവറിൽ ജംഗ്ഷൻ പറയുന്നുണ്ട്. ദേഷ്യത്തിൽ അവൻ ജംഗുവിനെ